ഹായ് ഫ്രണ്ട്സ്, അഗ്രവീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് പൊട്ടാസ്യം ഷോണേറ്റ് എന്ന് പറയുന്നൊരു ഇതാണ്. നമ്മൾ പൊട്ടാസ്യത്തിൻ്റെ പല വകഭേദങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ്യം ഉണ്ട്, SOP ഉണ്ട്, പൊട്ടാസ്യം ഷോണേറ്റ് ഉണ്ട്, പൊട്ടാസ്യം നൈട്രേറ്റ് ഉണ്ട്, ഇനി ലിക്വിഡ് പൊട്ടാഷ്യം നമുക്ക് 0047 എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് നമ്മൾ നമ്മുടെ വീഡിയോ കാണിച്ചിരുന്നു. അങ്ങനെ പല രീതിയിലുള്ള പൊട്ടാസ്യം ഉണ്ട്. അതിൽ ഈ പൊട്ടാസ്യം ഷോണേറ്റിൻ്റെ പ്രത്യേകത എന്താണ്, ഏറ്റവും നല്ല ക്വാളിറ്റി പൊട്ടാസ്യം ഷോണേറ്റ് ഏതാണെന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മൾ ഈ പ്രോഡക്റ്റ് കുറച്ച് നാൾ മുന്നേ നമ്മുടെ വീഡിയോയിലൊക്കെ റീൽസിലൊക്കെ കാണിച്ചിരുന്നു. അതിന് കാരണമുണ്ട്. നമ്മൾ ട്രയൽ ചെയ്ത് നോക്കി നല്ല റിസൾട്ട് കിട്ടിയൊരു പ്രോഡക്റ്റാണ്. ഇവരുടെ ഈ ഒരു കമ്പനിക്ക് പൊട്ടാസ്യം ഷോണേറ്റ് ഗ്രാനുവൽ ഫോമിൽ സോയിൽ ആപ്ലിക്കേഷൻ ഗ്രേഡും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ട്രയൽ ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ 12, 13, 18 കൂടെ ഇവരുടെ മഹാലാബ് എന്ന് പറഞ്ഞ ഗ്രാനുവൽ ഫോമിൽ വരുന്ന പൊട്ടാസ്യം ഷോണേറ്റ് സോയിൽ ആപ്ലിക്കേഷൻ ചെയ്തതിൻ്റെ റിസൾട്ടൊക്കെ നമ്മൾ ഗ്രൂപ്പിലും നമ്മുടെ യൂട്യൂബിലൊക്കെ ഇട്ടിരുന്നു. ഈ ഒരു പ്രോഡക്റ്റിനെ മറ്റുള്ള പ്രോഡക്റ്റിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിവിടെ നോക്കിയാൽ 100% നാച്ചുറൽ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മേളിൽ ഇക്കോ സർട്ടിഫൈഡ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അത് ശരിക്കും ഇത് ഇക്കോ ഫ്രണ്ട്ലി ആണ്, പ്യൂർലി ഓർഗാനിക് സർട്ടിഫൈഡ് ഒരു പ്രോഡക്റ്റാണ്. അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ കാരണം വെച്ചാൽ ഈ ഓർഗാനിക് സർട്ടിഫൈഡ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് ജപ്പാൻ, ഇസ്രയേൽ പോലുള്ള കൺട്രീസിലോട്ട് ഇത് ഇമ്പോർട്ട് ചെയ്ത് പോകുന്നതാണ്. പക്ഷേ ഇത് കാണുമ്പോഴൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കാക്കിക്കുള്ളിലെ കലാകാരൻ എന്ന് പറഞ്ഞ പോലെ ഒരു ബന്ധമില്ലാത്ത ഒരു പാക്കിംഗ് ആണ്. വളരെ ഒരു മോശം പാക്കിംഗ് എന്ന് പറയാം. അതിൻ്റെ ഒരു ഡിസൈനിങ്ങും ഒന്നും ഒരു പ്രീമിയം ലുക്ക് നൽകുന്നില്ല. പക്ഷെ അകത്തെ മെറ്റീരിയൽ നല്ല പ്രീമിയം മെറ്റീരിയലാണ്. നമുക്ക് കാണിക്കാം, നമ്മൾ പൊട്ടിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് 1 കിലോ പാക്കറ്റ്, 10 കിലോ പാക്കറ്റ്, പിന്നെ 25 കിലോ പാക്കറ്റ് ആയിട്ടാണ് അവൈലബിൾ ആകുന്നത്. ഇത് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പൊട്ടാസ്യം, മഗ്നീഷ്യം, സൾഫറിൻ്റെ ഡെഫിഷ്യൻസി ഉള്ള മേഖലകളിൽ അതൊന്ന് ടോപ്പ് അപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. നമ്മുടെ കാടമ്പത്തിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ, ഏതൊരു വാട്ടർ സോല്യൂബിൾ വളങ്ങളോ അല്ലെങ്കിൽ ഫോളിയർ വളങ്ങളുടെ കൂടെ കോമ്പാക്റ്റബിൾ ആണ്, ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് പൊട്ടാസ്യത്തിന് കുറവുള്ളവർക്ക്, ചെടിക്കൊരു മഞ്ഞ കളർ പച്ചപ്പൊക്കെ കുറവുള്ളവർക്കൊക്കെ കൊടുക്കാം. ഒരേ സമയത്ത് പൊട്ടാസ്യത്തിന്, മഗ്നീഷ്യത്തിന്, സൾഫറിൻ്റെ എഫക്റ്റ് നൽകുന്നുണ്ട്. നല്ലൊരു സാധനമാണ്. പിന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും ഇവർ ഈ അഗ്രിസെൽ എന്ന് പറയുന്ന ബ്രാൻഡ് ഈ ബാറ്ററിയുടെ ഉൽപ്പാദന മേഖലയിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. ഇൻഡസ്ട്രിയൽ പർപ്പസിനുള്ള ബാറ്ററികൾ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ബ്രോമിൻ, അതേപോലെ ലിഥിയം പോലുള്ള മൂലകങ്ങൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നുണ്ട് കടൽ വെള്ളത്തിൽ നിന്ന്. ഏക്കർ കണക്കിൽ ഇതിലോട്ട് കടൽ വെള്ളം കയറ്റി അതിനെ ഉണക്കി അതിൽ നിന്ന് ഇൻഗ്രീഡിയൻസ് ഡിറൈവ് ചെയ്തെടുക്കുന്ന കമ്പനിയാണ്. അപ്പോൾ അതിങ്ങനെ വരുന്ന മെറ്റീരിയലിൽ നിന്ന് പൊട്ടാസ്യം, മഗ്നീഷ്യം, സൾഫർ വേർതിരിച്ചെടുക്കും. പ്യൂർലി ഓർഗാനിക് ആയിട്ടുള്ള ഇത് എടുത്തിട്ട് മിച്ചം വരുന്ന സോൾട്ട് നമുക്ക് കഴിക്കാനായിട്ടുള്ള ഉപ്പായിട്ട് അവർ സെല്ല് ചെയ്യുന്നൊരു കമ്പനിയാണ്. അത്രയും വലിയ കമ്പനിയാണ്. പക്ഷേ അഗ്രികൾച്ചർ മേഖലയിൽ അവരൊരു പുതിയ കമ്പനി കൂടിയാണ്. അവർ നേരത്തെ തൊട്ട് ഇത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും ഇത് മാർക്കറ്റ് ചെയ്യുന്നില്ല. ഇപ്പോഴാണ് ഇവർ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ്, ഓർഗാനിക് സർട്ടിഫൈഡ് ആണ്. ഇതിൻ്റെ പ്രൊഡക്ഷൻ ലൈൻ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ കടൽ വെള്ളത്തിൽ നിന്ന് എടുക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഒരു ഇത്. പിന്നെ നമ്മൾ സാധാരണ ഗതിയിൽ പൊട്ടാസ്യം ഷോണേറ്റ് വെള്ളത്തിലിട്ട് കഴിയുമ്പോഴത്തേക്ക് ചില കമ്പനികൾക്ക് അത് കെമിക്കൽ ബോണ്ടിങ് ആയിട്ട് ഉണ്ടാകുന്ന പൊട്ടാസ്യം ഷോണേറ്റ് ആണെങ്കിൽ ഒരു ചൂട് ഫീൽ ചെയ്യാറുണ്ട് പല കമ്പനികൾക്കും. എന്നാൽ ഇത് നമ്മൾ വെള്ളത്തിലിട്ട് കഴിയുമ്പോഴത്തേക്ക് ചൂടോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ശരിക്കും വെള്ളം ഒന്നും കൂടെ നല്ലപോലെ തെളിഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതാ കടൽ വെള്ളത്തിൽ നിന്ന് എടുക്കുന്നതിന് ഒരു പ്രത്യേകതയാണ്. വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണ്. പെട്ടെന്ന് നമ്മളിത് പൊട്ടിച്ച് വെച്ചേക്കുന്നത് കണ്ട് നമ്മുടെ അരിപ്പൊടി പോലെ ഇരിക്കും. വൈറ്റ് കളർ അരിപ്പൊടി പോലെ നല്ല വൈറ്റ് ആയിട്ട് ഒറ്റ ഇതില്ലാതെ നമ്മളത് ആ പൊട്ടിച്ചതിൻ്റെ എടുക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ നമ്മളിതിനകത്ത് ആ വീഡിയോയിൽ ആഡ് ചെയ്തേക്കാം, അതിൻ്റെ ഒരു മെറ്റീരിയൽ ക്വാളിറ്റി കാണിക്കാനായിട്ട്. നമുക്ക് ഇതിൻ്റെ ഒരു ഡോസേജ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഡ്രഞ്ചിങ്ങിനാണ് യൂറിയ ഫോസ്ഫേറ്റ് പോലുള്ള സാധനങ്ങളോട് ചിമ്പടിക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്നെങ്കിൽ 1 കിലോ പൊട്ടാസ്യം ഷോണേറ്റ്, 1 കിലോ യൂറിയ ഫോസ്ഫേറ്റ് 1 കിലോ ഇങ്ങോട്ട് ചേർന്ന് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചിമ്പടിക്കാനായിട്ട് നമുക്ക് ഡ്രഞ്ചിങ് കൊടുക്കുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. നമുക്ക് ആ കോമ്പിനേഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമ്മൾ ഈ പ്രോഡക്റ്റിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് നമുക്ക് പോകാം. നമ്മൾ പറഞ്ഞ പൊട്ടാസ്യം, മഗ്നീഷ്യം, ഇതിനകത്ത് മഗ്നീഷ്യം 11%, പൊട്ടാസ്യം 23%, സൾഫർ ഒരു 15% വരുന്നുണ്ട്. പിന്നെ പ്യൂർലി ഓർഗാനിക്കാന്ന് പറഞ്ഞു. പിന്നെ ഇതിൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഒരു 25 കിലോയ്ക്ക് ഒരു 2500 രൂപ വിലയുള്ളൂ. നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇതേ സാധനത്തിൻ്റെ ഗ്രാനുവൽ ഫോമും നമുക്ക് അവൈലബിൾ ആണ്. സോയിൽ ആപ്ലിക്കേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് അതിൻ്റെ ഒരു മെറ്റീരിയൽ കാണുമ്പോൾ നമ്മളിത് ഇതിന് മുന്നേ ഇതിൻ്റെ ഒരു റിവ്യൂ ഒക്കെ ചെയ്തിരുന്നു. നമ്മൾ മഴക്കാലത്ത് ചെറിയ തോതിൽ ഗ്രാനുവലിൻ്റെയൊക്കെ. ഇപ്പോൾ ഇതൊരു നമ്മളൊരു വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ചാൽ, നമുക്ക് യൂറിയ ഫോസ്ഫേറ്റ് ഒക്കെ ട്രെഞ്ച് ചെയ്യാൻ പോകുന്നവർക്ക് സംശയമാണ് ഏത് പൊട്ടാസ്യം ഷോണേറ്റ് ആണ് നല്ലതെന്ന് പറഞ്ഞത്. നമുക്ക് ഇങ്ങനെ ഒരു പൊട്ടാസ്യം ഷോണേറ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വേരിനോ മറ്റ് കെമിക്കലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കംപ്ലൈൻസ് ഒക്കെ കുറവാണ്. നല്ല അബ്സോർപ്ഷൻ റേറ്റ് കൂടുതലുള്ള പ്രോഡക്റ്റാണ്. 100% വാട്ടർ സോല്യൂബിൾ ആണ്.
അങ്ങനെ ഒരു ഗ്രേഡാണ് ഇത് വരുന്നത്. അപ്പോൾ നല്ലൊരു റിസൾട്ടാണ്. നമ്മുടെ ഗ്രൂപ്പിൽ പലരും ഉപയോഗിച്ചിട്ടുണ്ട്, നമ്മളെ വീഡിയോ കാണുന്ന പലരും ഇത് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇടുക്കിയിൽ അത്യാവശ്യം എല്ലാ കടകളിലും തന്നെ അവൈലബിൾ ആവുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ്. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ അത്യാവശ്യം എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ടാവും. ഈ ഒരു പേര് കണ്ട് ആരും ഇതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക. ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരിക്കലും പ്രതീക്ഷയില്ലാതെ നമ്മൾ അതിശയിപ്പിച്ചൊരു പ്രോഡക്റ്റാണ്. അത്ര നല്ലൊരു റിസൾട്ടും എന്താ പറയുക, അത്ര ഒരു ക്വാളിറ്റിയും ഉള്ളൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഈ പ്രോഡക്റ്റ് പൊട്ടിച്ചപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി കാണിക്കാനുള്ള ഒരു വീഡിയോ കൂടെ ആഡ് ചെയ്തേക്കാം. ആ ഒരു ഫുട്ടേജും കൂടെ കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ വാട്ടർ സോളിബിലിറ്റി, അതിൻ്റെ ഒരു കളറും ഒക്കെ. അപ്പോൾ ഏകദേശം 25 കിലോയ്ക്ക് 2500 തൊട്ട് 2600 രൂപ വരെ വില വരുന്നുണ്ട് ഇപ്പോഴത്തെ മാർക്കറ്റ് അനുസരിച്ച്. ഇന്ത്യൻ കമ്പനിയാണ്, ഗുജറാത്ത് ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. ശരിക്കും അവരുടെ ഒരു മെയിൻ പരിപാടിയല്ല ഇത്. അവരുടെ ബ്രോമിൻ ഉൽപാദനത്തിൻ്റെ ഇടയ്ക്ക് വരുന്ന റോ മെറ്റീരിയൽസ് വെച്ചുണ്ടാകുന്ന ഒരു പൊട്ടാസ്യം ഷോണേറ്റ് ആണ്. ഈ ഒരു കമ്പനിയാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പൊട്ടാസ്യം ഷോണേറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി. അഗ്രിസെൽ എന്ന് പറയുന്ന കമ്പനിയാണ്. നമുക്കറിയാൻ കഴിഞ്ഞത്, നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കുമ്പോൾ ഇവർ ലീഡിങ് ആണ് പൊട്ടാസ്യം ഷോണേറ്റ് മാനുഫാക്ചറിങ്ങിൽ. അപ്പോൾ അത്രയും വലിയ കമ്പനിയാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ അത്ര പോപ്പുലർ ഒന്നുമല്ല. ഗുജറാത്ത് അല്ലെങ്കിൽ മഹാരാഷ്ട്ര പോലുള്ള സ്റ്റേറ്റുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം തരംഗമായിട്ടുള്ള പ്രോഡക്റ്റാണ്. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ഇത് കത്തിയില്ലെന്ന് നമുക്ക് മനസ്സിലായില്ല. അത്യാവശ്യം നല്ല റിസൾട്ടുള്ള പ്രോഡക്റ്റ് കൂടിയാണ്. ശരിക്കും മാർക്കറ്റ് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും കൊള്ളാം. നമുക്ക് ഈ സമയത്ത് ചിമ്പടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക്, നല്ല രീതിയിൽ ഫോസ്ഫറസ് കൊടുത്ത് ചിമ്പടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് പൊട്ടാസ്യം ഷോണേറ്റും യൂറിയ ഫോസ്ഫേറ്റും നമ്മുടെ 1744 0023 mg11 എന്നുള്ള കോമ്പിനേഷനാണിത്. ഇത് രണ്ടുകൂടെ കൂട്ടി ഡ്രഞ്ച് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ചെടി ചിമ്പടിക്കുകയും അതേപോലെ ഒരേ സമയത്ത് വെജിറ്റേറ്റീവ് ഗ്രോത്തും കായ് സെറ്റിങ്സും എല്ലാം ഉണ്ടാകുന്ന ഒരു കോമ്പിനേഷനാണ്. ഫോസ്ഫറസ് കഴിഞ്ഞാണ്, പൊട്ടാസ്യം ആ ഒരു മീഡിയം റേഞ്ചിലേ ഉള്ളൂ, 23% വരുന്നുള്ളൂ. പൊട്ടാസ്യം ഹൈയിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ വീണ്ടും ചെടി നല്ല പ്രൊഡക്ടിവിറ്റിയിലോട്ട് പോകും. അപ്പോൾ ഇതുകൊണ്ട് ഒരു മീഡിയം റേഞ്ചിൽ ഫോസ്ഫറസ് പൊട്ടാസ്യം നല്ല ഹൈ ആയിട്ടുള്ള പൊട്ടാഷ്യം നൈട്രജൻ കൂടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ചെടി ചിമ്പടിച്ച് വരാനുള്ള ടെൻഡൻസി വളരെ കൂടും. അപ്പം നമ്മൾ യൂറിയ ഫോസ്ഫേറ്റ് ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ വനിതാഗ്രം എന്ന് പറയുന്ന കമ്പനിയാണ്. ശരിക്കും നമ്മൾ ട്രയലിന് എടുത്ത മെറ്റീരിയലാണ്. നമ്മൾ ട്രയൽ ചെയ്യാത്തതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയാത്തത്. യൂറിയ ഫോസ്ഫേറ്റ് പല കമ്പനിക്കും ഉണ്ട്. അത് നിങ്ങൾ ഇഷ്ടമുള്ള കമ്പനി എടുക്കുക. ഇത് നമ്മൾ ഉപയോഗിച്ച് നോക്കിയാൽ നല്ല എക്സലന്റ് റിസൾട്ട് ഉള്ള ഒരു പ്രോഡക്റ്റാണ്. ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നവർ ഇതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും ഒരു കമൻറ്റ് ബോക്സിൽ ചെയ്യണം. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ലുക്ക് വൈസ് ഭയങ്കര പൂവറാണ്. പക്ഷേ റിസൾട്ട് വൈസ് നമുക്ക് നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പം എനിക്ക് മാത്രമാണ് നിങ്ങൾക്കും റിസൾട്ട് കിട്ടിയെന്ന് നമുക്ക് അറിയണമല്ലോ. അതുകൊണ്ട് ഇതൊന്ന് നിങ്ങൾ ഉപയോഗിക്കുന്നവർ ഇതിൻ്റെ കമൻറ്റിലോ ഇതിൻ്റെ ഒന്ന് പിന്നെ റിസൾട്ട് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പൊട്ടാസ്യം ഷോണേറ്റ് ഉപയോഗിച്ചിട്ട് ഒരു 3-4 ദിവസമായ ഫീൽഡാണ്. അപ്പം നോക്കിയാൽ ഇപ്പോഴും ഇത്ര രാത്രിയായിട്ട് നമുക്കൊരു സമയം ഒരു 6:45-7 മണിയായിട്ടുണ്ട്. ഫ്ലവർ ഇതുവരെ ചുരുങ്ങിയിട്ടില്ല. ചുരുങ്ങാനുള്ള ഒരു ടെൻഡൻസിയിലാണ് ഫ്ലവർ നിൽക്കുന്നത്. പിന്നെ രാത്രി ആയിപ്പോയി. നമ്മളിന്ന് വീഡിയോ പെട്ടെന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് റിസൾട്ട് എടുക്കാനായിട്ട്. ഏകദേശം കാണാൻ കഴിയുമെന്ന് വെച്ചാൽ കണിപ്പുറമ്പനായിരുന്നു അത്. ഞള്ളാനിനാണെങ്കിലും നോക്കിയാലും ഫ്ലവർ അതുപോലെ തന്നെയാണ്. കായ്ക്ക് ഒരു സൈസ് ഉണ്ട്, അതേപോലെ കളറും ആയിത്തറങ്ങിയിട്ടുണ്ട്. ഇതിൽ ഇളങ്കാകളാണ്, ഇളംപള്ളിയാണ്. മൂത്തവള്ളി നോക്കുമ്പോഴും കുഴപ്പമില്ല. അത്യാവശ്യം കായ് സെറ്റിങ്സും കായ് പിടിക്കാനുള്ള ഒരു ടെൻഡൻസി അരുമ്പും നമ്മൾ പൊളിച്ച് നോക്കുമ്പോൾ ഇതുണ്ട്. അതിനകത്ത് മുനിക്കായെല്ലാം ഉണ്ട്. ഒരു ചെറിയ കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് നന്നായിട്ട് ഉണങ്ങാൻ തുടങ്ങി. എല്ലാത്തിലും ഡ്രോപ്പിംഗ് ഇല്ലാതെ കാ പിടിക്കുന്നുണ്ട്, പക്ഷേ മണ്ണുണങ്ങാൻ തുടങ്ങി. ഇനി നമ്മൾ വെള്ളം അടിക്കാതിരുന്നു കഴിഞ്ഞാൽ പണി പാളിപ്പോവും. അതുകൊണ്ട് ഇനി വെള്ളമടി പതിയെ സ്റ്റാർട്ട് ചെയ്യണം. ഏകദേശം പ്രൊഡക്റ്റിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിയതാണ്. പിന്നെ നമുക്കിതിൻ്റെ റിസൾട്ട് ഒരു കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് പ്രോപ്പറായിട്ടുള്ളൊരു റിസൾട്ട് നമ്മൾ ഷോർട്സിലൂടെ നല്ല പകലെടുത്തിടാം.
അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാലേ അറിയാം, ഫ്ലവറിങ് കാണാൻ പറ്റും. ഇത്രയും രാത്രിയായിട്ടും നിങ്ങളിങ്ങനെ നോക്കി വേണം, രാത്രിയാണ് ഫുള്ള്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പരിപാടി ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും നന്ദി.